So we are going to the next topic, linear convolution using circular convolution. കാണാലോ അല്ലേ? സ്ക്രീൻ കാണാമോ? ലീനിയർ കൺവല്യൂഷൻ യൂസിങ് സർക്കുലർ കൺവല്യൂഷൻ. ഇന്നലെ നമ്മൾ പഠിച്ചത് സർക്കുലർ കൺവല്യൂഷൻ ആണ്. സർക്കുലർ കൺവല്യൂഷൻ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക്സ് മെത്തേഡ് ആണ് പഠിച്ചത്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? രണ്ട് സീക്വൻസ് കൺസിഡർ ചെയ്തു. ആ രണ്ട് സീക്വൻസിന്റെ ലെങ്ത് എടുത്തു. ആ ലെങ്ത് എടുത്തിട്ട് എന്താ ചെയ്തേ? രണ്ട് ലെങ്ത്തും ഈക്വൽ ആയി. ഇന്നലെ ആബ്സെന്റ് ആയവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ വേഗം പറഞ്ഞുതരാം. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു സർക്കുലർ കൺവല്യൂഷൻ കാണാൻ. സർക്കുലർ കൺവല്യൂഷൻ ചെയ്യാൻ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് സീക്വൻസ് കൊടുത്തിട്ടുണ്ട്, എക്സ് ഓഫ് എന്നും എച്ച് ഓഫ് എന്നും. എന്നിട്ട് എന്താ ചെയ്തത്? എക്സ് ഓഫ് എന്നിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1, 2, 3, 4 ആയിരുന്നു. എച്ച് ഓഫ് എന്നിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1, 2, 3, 3 ആയിരുന്നു. അപ്പൊ സർക്കുലർ കൺവല്യൂഷൻ ചെയ്യണമെങ്കിൽ ആദ്യമേ ഓർത്തിരിക്കേണ്ടത് രണ്ട് ലെങ്ത്തിന്റെ ലെങ്ത് സെയിം ആക്കണം. അപ്പൊ ഏതാണോ കൂടുതൽ അതിലേക്ക് എത്തിക്കുക. അപ്പൊ ഇവിടെ 4 ഇവിടെ 3 ആയിരുന്നതുകൊണ്ട് ഇതിനെ 4 ആക്കാൻ വേണ്ടി എത്രയാണോ വ്യത്യാസം, കാരണം ഇത് 4 ഇത് 3 അല്ലേ, അപ്പൊ ഒരെണ്ണം അല്ലേ കുറവുള്ള, അപ്പൊ അതിന് എന്ത് ചെയ്യണം? ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ ലെങ്ത് എങ്ങനെ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും സർക്കുലർ കൺവല്യൂഷൻ ചെയ്യണമെങ്കിൽ ലെങ്ത് ഓഫ് ദ സീക്വൻസ് സെയിം ആയിരിക്കണം. ലെങ്ത് ഓഫ് ദ സീക്വൻസ് സെയിം അല്ലെങ്കിൽ നമ്മൾ അത് ആക്കാൻ എന്ത് ചെയ്യണം? 0 ഇട്ട് കൊടുക്കുക. എത്രയാണോ കുറവ് അതിനനുസരിച്ച് 0 ഏറ്റവും ലാസ്റ്റ് ഇട്ട് കൊടുക്കുക. അതാണ് ഇവിടെ ചെയ്തത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 4 എണ്ണം ആയതുകൊണ്ട് മറ്റേത് 3 ഉള്ളത് കൊണ്ട് മൂന്നാമത്തെ കഴിഞ്ഞ് ഒരു 0 ഇട്ട് കൊടുത്തു. ഇതാണ് സർക്കുലർ കൺവല്യൂഷനിൽ നമ്മൾ ചെയ്തത്. എന്നിട്ട് സർക്കുലർ കൺവല്യൂഷൻ എങ്ങനെയാ ചെയ്യുന്നത്? സർക്കുലർ കൺവല്യൂഷൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ടാമത്തെ സീക്വൻസ് എടുക്കുക. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ സീക്വൻസ് എടുക്കുക, അതിനെ കോളം വൈസ് എഴുതുക, 1, 1, 1, 0. എന്നിട്ട് എന്ത് ചെയ്യണം? അടുത്ത ലാസ്റ്റ് 1 ഇവിടെ എടുത്ത് എഴുതുക. പിന്നെ ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1. അടുത്ത 1 ഇവിടെ എടുത്ത് എഴുതുക. ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 1. പിന്നെ 1, 1, 0, 0. എന്നിട്ട് ഫസ്റ്റ് സീക്വൻസ് എടുക്കുക. എന്നിട്ട് സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് റോ ഇൻറ്റു, അങ്ങനെ ചെയ്തിട്ട് അതിനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇതായിരുന്നു സർക്കുലർ കൺവല്യൂഷന്റെ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലീനിയർ കൺവല്യൂഷൻ യൂസിങ് സർക്കുലർ കൺവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തേഡ് സെയിം ആണ്. ആകെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു സ്റ്റെപ്പ് മാത്രമേ വ്യത്യാസമുള്ളൂ. ലീനിയർ കൺവല്യൂഷൻ, അതായത് നമ്മൾ സാസിലെല്ലാം പഠിച്ച ലീനിയർ കൺവല്യൂഷൻ നമുക്ക് സർക്കുലർ കൺവല്യൂഷൻ വെച്ച് ചെയ്യാം. ലീനിയർ കൺവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? നമുക്ക് രണ്ട് സീക്വൻസ് ഉണ്ടെങ്കിൽ ആ സീക്വൻസിന്റെ നെഗറ്റീവ് എടുത്തിട്ട് എന്നിട്ട് ഓരോ പ്രാവശ്യവും ഷിഫ്റ്റ് ചെയ്താണ് ചെയ്തത്. അപ്പൊ അതെന്ന് പറയുന്നത് മാത്തമാറ്റിക്കലി ചെയ്യാൻ ഒരുപാട് സമയം എടുത്തു. അപ്പൊ അതിനേക്കാൾ നമുക്ക് സർക്കുലർ, കാരണം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന DFTയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൺവല്യൂഷൻ സർക്കുലർ കൺവല്യൂഷൻ ആണ്. മാത്തമാറ്റിക്കലി അനാലിസിസ് ചെയ്യാനും എളുപ്പമാണ്. അപ്പൊ എങ്ങനെ നമുക്ക് സർക്കുലർ കൺവല്യൂഷൻ വെച്ച് ലീനിയർ കൺവല്യൂഷൻ ആക്കി മാറ്റാം? അതിന് ഇത്രയും മാത്രമേ ഉള്ളൂ സ്റ്റെപ്പ്. Let us consider two sequence x of n. x of n ന്റെ ലെങ്ത് L. അടുത്ത സീക്വൻസ് h of n. h of n ന്റെ സീക്വൻസ് m. നമ്മൾ ലീനിയർ കൺവല്യൂഷൻ ചെയ്യണമെങ്കിൽ ദ ഔട്ട്പുട്ട് ലെങ്ത് എന്ന് പറയുന്നത് L plus m minus 1 ആക്കണം. നേരത്തെ കേസിൽ നമ്മൾ പറഞ്ഞത് സർക്കുലർ കൺവല്യൂഷൻ ചെയ്യുമ്പം രണ്ടിന്റെ ലെങ്ത് ഈക്വൽ ആക്കുക എന്നാണ്. ഇവിടെ ലെങ്ത് ഈക്വൽ എന്നല്ല, നമ്മൾ ഔട്ട്പുട്ട് ലീനിയർ കൺവല്യൂഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഔട്ട്പുട്ട് ചെയ്യാൻ പോകുന്നതിന്റെ സീക്വൻസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L plus m minus 1 ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ എന്റെ കയ്യിൽ ക്വസ്റ്റ്യൻ കൊടുത്തേക്കണം എക്സ് ഓഫ് എൻ ഈക്വൽ ടു 1, 0, 2, 3, 4 ആണ് എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് എത്രയാ? 1, 2, 3, 4, 5. അപ്പൊ 4, 5 എന്ന് പറയുമ്പോഴത്തേനെ ഞാൻ എപ്പോഴും എക്സ് ഓഫ് എന്നിന് കൊടുക്കുന്ന നൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? L ആണ്. അപ്പൊ എന്റെ ഇവിടെ എല്ലിന്റെ വാല്യൂ എത്രയാണ്? എല്ലിന്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 4 ആണ്. 4 ആണ് എനിക്ക് കിട്ടിയത് അല്ലെ? 1, 2, 3, 4 അല്ലെ 0 അതായത് 1, 2, 3, 4, 5 സോറി 5 ആണ്. 5 ആണ് എന്റെ എല്ലിന്റെ ലെങ്ത് അല്ലെ? എല്ലിന്റെ ലെങ്ത് എത്രയാണ്? 1, 2, 3, 4, 5. ഇനി എച്ച് ഓഫ് എന്നിന് ഞാൻ എപ്പോഴും കൊടുക്കുന്ന നൊട്ടേഷൻ എത്രയാണ്? M ആണ്. ഞാൻ എച്ച് ഓഫ് എന്നിന് കൊടുക്കുന്ന നൊട്ടേഷൻ M. എമ്മിന്റെ വാല്യൂ എത്രയാണ്? 1, 2, 3. അപ്പൊ എനിക്ക് കിട്ടിയേക്കുന്ന വാല്യൂ എത്രയാണ്? 3. സാധാരണ കേസിൽ സർക്കുലർ കൺവല്യൂഷൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും കൂടുതലുള്ള വാല്യൂയിൽ ഈക്വൽ അല്ലേ ചെയ്യുന്നത്. ഇത് 5ഉം ഇത് 3ഉം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബാക്കി 2 സീറോസ് ഇട്ട് കൊടുത്ത് ഈക്വൽ ആക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ലീനിയർ കൺവല്യൂഷൻ ചെയ്യുമ്പോൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ലീനിയർ കൺവല്യൂഷൻ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ഔട്ട്പുട്ട്, അതായത് നമ്മൾ കണ്ടുപിടിക്കുന്ന y. കാരണം നമ്മൾ ചെയ്യുന്നത് എന്താ? എക്സ് ഓഫ് എൻ സർക്കുലർ കൺവല്യൂഷൻ h of n ആണ്. ബട്ട് ലീനിയർ കൺവല്യൂഷൻ ചെയ്യുന്നു. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വൈയുടെ ലെങ്ത് എത്രയായിരിക്കണം? L plus m minus 1. L plus m minus 1 എന്ന് പറഞ്ഞാൽ എന്താ? 5 plus 3. 5 plus 3യുടെ വാല്യൂ എത്രയാണ്? 8.
8 മൈനസ് 1 എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 7. അപ്പൊ 7 ഈക്വൽ 7 ആയിരിക്കണം. 7 ആക്കാന്ന് പറഞ്ഞാൽ കണ്ടോ ഇവിടെ ക്വസ്റ്റിനകത്ത് എല്ലിന്റെ വാല്യൂ 5, എമ്മിന്റെ വാല്യൂ 3 ആണ്. അപ്പൊ എന്റെ ലെങ്ത് എത്രയാക്കണം? എൽ പ്ലസ് എം മൈനസ് 1. എൽ പ്ലസ് എം മൈനസ് 1 എന്ന് പറഞ്ഞാൽ 8 മൈനസ് 1 ഈക്വൽ ടു 7. അപ്പൊ ഞാൻ എല്ലിന്റെ ലെങ്ത്തും 7 ആക്കണം, എമ്മിന്റെ ലെങ്ത്തും 7 ആക്കണം. കാരണം സർക്കുലർ കൺവല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നത് ഈക്വൽ ലെങ്ത് ആക്കിയേ പറ്റുള്ളൂ. ഈക്വൽ ലെങ്ത് ആക്കുക വേണം. പക്ഷെ നമ്മുടെ ഔട്ട്പുട്ട് ലെങ്ത് എന്ന് പറയുന്നത് ലീനിയർ കൺവല്യൂഷന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം? എൽ പ്ലസ് എം മൈനസ് 1 ആയിരിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് 5 ഉള്ളൂ, നമുക്ക് വേണ്ട എത്രയാ? 7. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ എക്സ് ഓഫ് എന്നിന്റെ കൂടെ 5ന്റെ കൂടെ എത്ര സീറോസ് കൂടെ ഇട്ട് കൊടുക്കണം? 7 ആവാൻ 2 സീറോസ് ഇട്ട് കൊടുത്തു. ഇനി എം എന്ന് പറയുന്നത് നമുക്ക് എത്രയേ ഉള്ളൂ? 3 ഉള്ളൂ. പക്ഷെ നമുക്ക് എത്രയാക്കണം? 7 എണ്ണം ആക്കണം. 7 എണ്ണം ആക്കണേ ഞാൻ എത്ര എണ്ണം ചെയ്യണം? 1, 2, 3, 4 4 സീറോസ് ഇട്ട് കൊടുത്തു. ഇപ്പൊ എത്രയായി? എക്സ് ഓഫ് എന്നും 7 എച്ച് ഓഫ് എന്നും 7 ഇത് രണ്ട് ഈക്വൽ ആയി കഴിഞ്ഞാൽ ഇനി നേരത്തെ ചെയ്ത പോലെ എങ്ങനെ ചെയ്യാം? സർക്കുലർ കൺവല്യൂഷൻ വെച്ച് ചെയ്യാം. സർക്കുലർ കൺവല്യൂഷൻ എങ്ങനെ ചെയ്യും? ആദ്യത്തെ സീക്വൻസ് അങ്ങനെ തന്നെ വെച്ചിട്ട് രണ്ടാമത്തെ സീക്വൻസിനെയാണ് നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? മെട്രിക്സ് ആയിട്ട് എഴുതാൻ പോകുന്നത്. മെട്രിക്സ് ആയിട്ട് എങ്ങനെ എഴുതും? എച്ച് ഓഫ് എൻ ആദ്യം 1 1 0 0 0 0 എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് ഈ സീറോയിന് ഇവിടെ വെച്ചു. എന്നിട്ട് പിന്നെ എങ്ങനെ ചെയ്തു? എന്നിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ 1 എടുത്ത് ഇങ്ങോട്ട് കണക്ട് ചെയ്തു, ഈ 1 എടുത്ത് ഇങ്ങോട്ട് കണക്ട് ചെയ്തു. ഇത് 0 ഇത് 0 ഇത് 0 ഇത് 0. പിന്നെ നേരത്തെ ചെയ്താലേ അടുത്ത എന്താണ്? ഈ സീറോയിന് ഇങ്ങോട്ട് കൊടുത്തു. അടുത്തതോ പിന്നെ ഈ 0 ഇങ്ങോട്ട് വരും. ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 0 ഇവിടെ 0 0. നേരത്തെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇതിപ്പോ എത്രയുണ്ട് ലെങ്ത് അത്രയും കറസ്പോണ്ടിങ് വരും. ഇന്നലെ നമ്മൾ ചെയ്തില്ലേ? ഇന്നലെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതിപ്പോ എത്ര ഉണ്ട്? 1 2 3 4 5 6 7. അപ്പൊ 7 എണ്ണം ഉണ്ടെങ്കിൽ 7 എണ്ണം തന്നെ ഇവിടെയും വരും. നോക്ക് 1 2 3 4 5 6 7 7 എണ്ണം കഴിയുമ്പോൾ ഈ ഇതിന്റെ ഫുൾ സർക്കുലർ ഷിഫ്റ്റ് കഴിയും. അടുത്ത് എന്നിട്ട് എന്ത് ചെയ്യണം? എക്സ് ഓഫ് എൻ എടുത്ത് എഴുതുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ഈ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്ത് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫൈനൽ ആൻസർ കിട്ടും. ഇതാണ് ലീനിയർ കൺവല്യൂഷൻ യൂസിങ് സർക്കുലർ കൺവല്യൂഷൻ. അപ്പൊ ലീനിയർ കൺവല്യൂഷൻ യൂസിങ് സർക്കുലർ കൺവല്യൂഷനിൽ ആകെ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് നമ്മൾ ഈക്വലൈസ് ചെയ്യണം ടു ദ ലെങ്ത് എൽ പ്ലസ് എം മൈനസ് 1. ഔട്ട്പുട്ടിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എൽ പ്ലസ് എം മൈനസ് 1 ആണ്. ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ലീനിയർ കൺവല്യൂഷനും സർക്കുലർ കൺവല്യൂഷൻ എന്ന് പറയുന്നത് ഈസ് ഇൻ ദ ലെങ്ത് ഓഫ് ദ സീക്വൻസ്. ഒരു ലീനിയർ കൺവല്യൂഷൻ നമ്മൾ ഒരു സീക്വൻസിന് ചെയ്യുമ്പോൾ ആ സീക്വൻസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എൽ പ്ലസ് എം മൈനസ് 1 ആയിരിക്കും. സർക്കുലർ കൺവല്യൂഷൻ ആണെങ്കിൽ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണോ അതിന്റെ മാക്സിമം വാല്യൂയിലേക്ക് മാറും. അതാണ് നമ്മൾ ഇന്നലെ ചെയ്തത്. നേരത്തെ ചെയ്തതിനകത്ത് 4 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, 3 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു 0 ഇട്ട് കൊടുത്ത് 2 ഈക്വലൈസ് ചെയ്തു. പക്ഷേ ലീനിയർ കൺവല്യൂഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ഓർത്തോണം, നമുക്ക് ആദ്യം എക്സ് ഓഫ് എന്നിന്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കുക, രണ്ടാമത്തെ സീക്വൻസിന്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കുക. അപ്പൊ ഔട്ട്പുട്ടിന്റെ ലെങ്ത് എത്രയായിരിക്കണം? എൽ പ്ലസ് എം മൈനസ് 1. എൽ പ്ലസ് എം മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റിനകത്ത് ഇപ്പൊ നമുക്ക് 5 + 3 = 8 -1 = 7 ആകും. അപ്പൊ ആ 7 ആക്കി മാറ്റണം എക്സ് ഓഫ് എന്നിനെ എച്ച് ഓഫ് എന്നിനെ. ക്വസ്റ്റിനകത്ത് ആകെ എക്സ് ഓഫ് എൻ 5 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 7 എണ്ണാക്കാൻ നമ്മൾ എന്ത് ചെയ്തു? 2 0 ഇട്ട് കൊടുത്തു. ഇനി എച്ച് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 3 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് 7 ആക്കാൻ എന്ത് ചെയ്തു? 4 സീറോസ് ഇട്ട് കൊടുത്തു. അപ്പൊ ഇത് മൊത്തം എത്രയായി? ഇത് 7 ഇത് 7. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ എപ്പോഴും ഫസ്റ്റ് സീക്വൻസ് അങ്ങനെ വെച്ചിട്ട് സെക്കൻഡ് സീക്വൻസിനെയാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് മെട്രിക്സിൽ എഴുതുന്നത്. അങ്ങനെ മൊത്തം എഴുതി കഴിഞ്ഞാൽ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യുക, അത്രയും മാത്രമേ ഉള്ളൂ. എങ്ങനെ ചെയ്തു? എച്ച് ഓഫ് എന്നിനെ ആദ്യം ഞാൻ അതിന്റെ ട്രാൻസ്പോസസ് എടുത്ത് എഴുതിയിട്ട് ഏറ്റവും ലാസ്റ്റ് വണ്ണിനെ ആദ്യം കൊണ്ടേ വെച്ചു. അത് കഴിഞ്ഞിട്ടോ പിന്നെ ഇതേ ഓർഡറിൽ ഇങ്ങനെ നോക്കിയാൽ ഇത് പിന്നെ ഇങ്ങോട്ട് വരും, ദിസ് ഇങ്ങോട്ട് വരും, ഇത് ഇങ്ങോട്ട് വരും, ഇത് ഇങ്ങോട്ട് വരും, ഇത് ഇങ്ങോട്ട് വരും, ഇങ്ങനെ വന്ന് പോകും. അതുപോലെ തന്നെ അടുത്ത എന്താ? ഈ 0 എടുത്ത് പിന്നെ ഇങ്ങോട്ട് വരും. അടുത്തതോ ഈ 0 ഇങ്ങനെ. അപ്പൊ ഇത് എത്ര എണ്ണം വരും എന്ന് പറഞ്ഞാൽ നോക്കിയാൽ മതി. 1 2 3 4 5 6 7 എണ്ണം ഉണ്ട്. അപ്പൊ 7 എണ്ണം ഉണ്ടെങ്കിൽ 7 കോളവും കാണും. അപ്പൊ 1 2 3 4 5 6 7. കാരണം ഇനി രണ്ടാമത് എഴുതി കഴിഞ്ഞാൽ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. ഇങ്ങനെ മുഴുവൻ ഇത് എഴുതി കഴിഞ്ഞാൽ പിന്നെ എക്സ് ഓഫ് എൻ എടുത്ത് എഴുതാം. പിന്നെ ഇന്നലെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് റോ ഇൻറ്റു ഈ കോളം, അതായത് 1 × 1 + 0 × 0 + 0 × 2 + 0 × 3 + 0 × 4 + 1 × 4. അത് തന്നെ ചെയ്യാം. അടുത്ത എന്താ? 1 × 1 + 1 × 0 അങ്ങനെ ചെയ്തിട്ട് ഫുൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു ആൻസർ കിട്ടും. ഇതാണ്
അപ്പൊ നോക്കി ഇതിനകത്ത് നോക്കി ലെങ്ത് എത്രയാണ് 1 2 3 4 5 6 7 കണ്ടോ നമ്മുടെ ഔട്ട്പുട്ട് സീക്വൻസ് എത്രയായി മാറി 7 മാറി. അപ്പൊ നമ്മൾ ലീനിയർ കൺവല്യൂഷൻ ചെയ്യുമ്പോൾ ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. സർക്കുലർ കൺവല്യൂഷൻ വെച്ച് തന്നെയാണ് ലീനിയർ കൺവല്യൂഷൻ ചെയ്യേണ്ടത്. പക്ഷേ ദ ഔട്ട്പുട്ട് ലെങ്ത് മസ്റ്റ് ബി ഈക്വൽ ടു L plus M minus 1. അപ്പൊ അങ്ങനെ കിട്ടാൻ വേണ്ടി നമ്മുടെ സീക്വൻസിനെ ആദ്യമേ എക്സ് ഓഫ് എന്നിനെയും എച്ച് ഓഫ് എന്നിനെയും ആ ലെങ്തിലാക്കി മാറ്റിയിട്ട് സർക്കുലർ കൺവല്യൂഷൻ ചെയ്യാം. ഇതാണ് ലീനിയർ കൺവല്യൂഷൻ യൂസിങ് സർക്കുലർ കൺവല്യൂഷൻ. ക്ലിയർ ആയോ?